ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തലവൻ, ഒപ്പം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ്, ഒപ്പം തന്നെ മറ്റ് വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ ലോ ബഡ്ജറ്റ് സിനിമയാണല്ലോ മന്ദാകിനി. സിനിമ മികച്ചൊരു കളക്ഷൻ കേരള ഗൾഫ് കളക്ഷൻ പ്രകാരം നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 2.5-3 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ വളരെ മികച്ചൊരു കളക്ഷൻ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ, ഒപ്പം തന്നെ താരനിര വെച്ച് നോക്കുമ്പോൾ നേടിയെടുത്തു എന്ന് നിസ്സംശയം പറയാം. അതേസമയം മന്ദാകിനിക്കും ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു റൊമാൻറ്റിക് ഫാന്റസി എന്റർടൈനർ സിനിമയാണല്ലോ ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന തൻ കേസുകൂട് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിച്ച സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സിനിമയുടെ ബഡ്ജറ്റാണ് മറ്റൊരർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. 5 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന പേരിൽ ചിത്രീകരണം ആരംഭിക്കപ്പെട്ട സിനിമയുടെ ഫൈനൽ ബഡ്ജറ്റ് 18-20 കോടി റേഞ്ചിലാണ്. 1 കോടി രൂപ പോലും സിനിമയ്ക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഫൈനൽ ഷെയർ ആയിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മോളിവുഡിലെ സമീപകാലത്തെ ചില മുൻനിര താരങ്ങളുടെ സിനിമകൾക്ക് പോലും 3-5 കോടി റേഞ്ചിലാണ് ബഡ്ജറ്റ്. അത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു ദുരന്ത സിനിമയായിട്ട് ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ബിസിനസ്സും നടന്നിട്ടില്ല എന്നാണ് വിവരം. കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട്. തലവൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ തിങ്കളാഴ്ച കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 5-10 കോടി റേഞ്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തി മോളിവുഡിലെ അടുത്തൊരു വിജയം കണ്ടെത്തിയ മലയാളം സിനിമ കൂടിയാണല്ലോ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയായ തലവൻ. സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 74 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച 24 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇട ദിവസങ്ങൾ പോലെ തന്നെ സിനിമയ്ക്ക് ഇപ്പോഴും മികച്ചൊരു ഹോൾഡ് കേരളത്തിൽ തുടരാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 50 ലക്ഷത്തിന് മുകളിൽ ഇന്നും കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ഇതുവരെയുള്ള കേരള ഗ്രോസ് 8-9 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. 10 കോടിയിലേക്ക് ഉടനെ കേരള കളക്ഷൻ എത്തുന്നതാണ്. പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ 3ാമത്തെ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും ഇപ്പോഴും സിനിമ മികച്ച ഹോൾഡോടെ മുന്നേറുകയാണ്. ഇന്നലെ ഇതേ സമയം ഞായറാഴ്ച 96 ലക്ഷത്തിന് മുകളിലായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 22 ലക്ഷത്തിന് മുകളിലാണ്. ഇതുവരെ കേരളത്തിൽ മാത്രം 43 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ന് മാത്രം ഏകദേശം 40 ലക്ഷത്തിന് മുകളിലെ കേരള ഗ്രോസും ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ, മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 70 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആണല്ലോ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഒരു വീഡിയോയുടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ UK, അയർലൻഡ് ഇതുവരെയുള്ള കളക്ഷൻ പുറത്തു വരുമ്പോൾ 2 ലക്ഷത്തിലധികം പൗണ്ടാണ് സിനിമ അവിടെ നിന്ന് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 2 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ. അപ്പോൾ കാത്തിരിക്കൂ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.